ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മളിവിടെ പ്രതിമാസം ഒത്തുകൂടിയിരുന്നതാണ്. അതിൽ കുറേ വിടവ് വന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാ 8 മാസം കഴിഞ്ഞിട്ടാ ഒത്തുകൂടുന്നതെന്ന് പറഞ്ഞ. ശരി, നമുക്ക് 8 മാസത്തെ ഒരു വിടവിന് ശേഷം ഒത്തുകൂടാവുമ്പോൾ കഴിഞ്ഞ ഭാഗം ഓർമ്മയിലുണ്ടായിക്കൊള്ളണം എന്നില്ല. എങ്കിലും ചർച്ച ചെയ്ത വിഷയം എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുന്നത്, നമ്മളിൽ ഭക്തി അങ്കുരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അഥവാ മറ്റൊരു ഭാഷയിൽ ശുദ്ധമായ ഭക്തി എങ്ങനെ വളരും, ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് വിഷയത്യാഗം, സംഘത്യാഗം, നിരന്തരമായ സേവനം, ഭഗവാന്റെ ഗുണകീർത്തനങ്ങൾ, അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. ഇങ്ങനെയുള്ള ഗുണകീർത്തനങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് മഹാജനങ്ങളുടെ കൃപ, അതിലൂടെയാണ് ശുദ്ധഭക്തി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് മഹാജനങ്ങളുടെ കൃപ വളരെ ദുർലഭമാണ്, അഗമ്യമാണ്, അമോഘമാണെന്ന് പറഞ്ഞു. തുടർന്ന് ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ഉപേക്ഷിക്കണം. ദുസ്സംഗം നമ്മളിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളെ വലുതാക്കി തീർക്കും എന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത് 45-ാമത്തെ സൂത്രം. തുടർന്ന് 46 മുതൽ 50 വരെ സൂത്രങ്ങൾ. അത് പുതിയൊരു വിഷയമാണ്, അതായത് മറ്റൊരു വിഷയമാണ്. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരങ്ങളുമാണ്. ചോദ്യം ഇതാണ്: കസ്തരതി കസ്തരതി മായാം. ഇതാണ് ചോദ്യം. കസ്തരതി കസ്തരതി മായാം. ആരാണ് മായയെ തരണം ചെയ്യുന്നത്? ആരാണ് മായയെ തരണം ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഇവിടെ മായയെ തരണം ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, ഇവിടെ മായ എന്നുള്ളതിന് അവിദ്യ എന്നേ അർത്ഥമെടുക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? മായയെ തരണം ചെയ്യാന്നൊരു സംഭവം ഇല്ല.
ഈശ്വരന്റെ, പരമാത്മാവിന്റെ അനന്യയും അഭിന്നയുമായ ശക്തി വിശേഷമാണ് മായ. ആ അനന്യയും അഭിന്നയുമായ ശക്തിയെ തരണം ചെയ്യാന്നുള്ളതില്ല. അഗ്നി സ്വഭാവത്തെ തരണം ചെയ്യുന്നില്ല. ജല സ്വഭാവത്തെ തരണം ചെയ്യുന്നില്ല. അപ്പൊ അവിടെ മായ എന്നുള്ളതിന് മായയുടെ വകഭേദങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണം. മായ തന്നെയാണ് വിദ്യ, അവിദ്യ, പ്രകൃതി, ഈ 3 ഭേദങ്ങളിൽ നിലകൊള്ളുന്നത്. ശുദ്ധ സത്വപ്രധാനയാണ് മായ അഥവാ വിദ്യ. മലിന സത്വയാണ് അവിദ്യ. തമപ്രധാനയാണ് പ്രകൃതി. തമപ്രധാനയായ മായയ്ക്ക് പറയുന്ന പേരാണ് പ്രകൃതി. മലിനസത്വ എന്ന് പറഞ്ഞാൽ സത്വമുണ്ട്, സത്വമാണ്, പക്ഷെ അത് മലിനമാണ്. രജസ്തമോ ഗുണങ്ങളാൽ മിശ്രമാണ്. അതാണ് അവിദ്യ. ഈ അവിദ്യാബദ്ധരായിട്ടാണ് നമ്മൾ സംസാരത്തിൽ എന്തെല്ലാം പ്രകാരത്തിൽ എങ്ങനെയെല്ലാം ഉഴറുന്നുണ്ടോ അതൊക്കെ. അതുകൊണ്ട് ഇവിടെ മായയെ തരണം ചെയ്യുക എന്ന വാക്കിന് അവിദ്യയെ തരണം ചെയ്യുക എന്നർത്ഥം മനസ്സിലാക്കണം. ദൈവീ ഹേഷാ ഗുണമയേ മമ മായാ ദുരത്യയാ എന്നൊക്കെ ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ സത്വരജസ്തമോ ഗുണമയിയായ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ് എന്നൊക്കെ നമ്മളോട് ഉപദേശിക്കുന്നിടത്ത് മായയ്ക്ക് അവിദ്യ എന്ന അർത്ഥം എടുക്കാനേ തരുള്ളൂ. അപ്പൊ ഇവിടെ ചോദ്യം, ആരാണ് അവിദ്യയെ തരണം ചെയ്യുന്നത്? അധ്യാത്മരാമായണം ഈ കൂട്ടത്തിൽ ഏറെക്കുറെ എല്ലാവരും വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ വ്യക്തമായി തന്നെ മായയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് വിദ്യയും മായയിൽ ബന്ധിക്കുന്നത് അവിദ്യയും എന്ന് വേർതിരിച്ച് പറഞ്ഞ് അത് ഓർമ്മിക്കുക. സംസാരകാരിണിയായത് അവിദ്യയും സംസാരമോചനിയായത് വിദ്യയും. അപ്പൊ സംസാരമോചനിയായ വിദ്യയിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആര് തരണം ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം ഈ സംസാരകാരണിയായ അവിദ്യയെ ആര് തരണം ചെയ്യുന്നു എന്നാണ്. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് തുടർന്നുള്ള 5 സൂത്രങ്ങൾ. നോക്കൂ, പറയാണ്, യഹ സംഗാം ത്യജതി യോ മഹാനുഭാവം സേവത്തെ നിർമ്മമോ ഭവതി യോ വിവിക്തസ്ഥാനം സേവത്തെ യോ ലോകബന്ധമുന്മൂലയതി നിസ്ത്രൈഗുണ്യോ ഭവതി യോഗക്ഷേമം ത്യജതി യഹ കർമ്മഫലം ത്യജതി കർമാണി സന്യസ്യതി തതോ നിർദ്വന്ദ്വോ ഭവതി വേദാനപി സന്യസ്യതി കേവലം അവിച്ഛിന്ന അനുരാഗം ലഭതേ. ഇത്രയും വാക്യങ്ങളാണ് തുടർന്നുള്ള കുറെ സൂത്രങ്ങൾ. ഒരു സൂത്രമല്ല വായിച്ചത്, 5 സൂത്രങ്ങളാണ്. ഇപ്പൊ ചോദ്യം, ആര് അവിദ്യയെ തരണം ചെയ്യുന്നു? കുറേ മറുപടികളാണ്, ഒരു മറുപടിയല്ല. ഓരോന്നും നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം പറയുന്നത് യഹ സംഗാം ത്യജതി എന്നാണ്. ആര് സംഘങ്ങളെ ഉപേക്ഷിക്കുന്നുവോ,
ആര് സംഘങ്ങളെ ഉപേക്ഷിക്കുന്നുവോ അയാളാണ് അവിദ്യയെ തരണം ചെയ്യുന്നത്. അല്പം മുമ്പ് എങ്ങനെയാണ് ഭക്തി ഒരാളിൽ അങ്കുരിക്കുന്നത് എന്നും ആ ഭക്തി എങ്ങനെയാണ് പരിശുദ്ധമായിട്ട് ഉയരുന്നതെന്നും ചിന്തിച്ചപ്പോ ദുസ്സംഗ സർവദൈവ ത്യാജ്യ എന്ന് പറഞ്ഞു. ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സംഘം എന്നുള്ളതിന് ആദ്യം നമുക്ക് ദുസ്സംഗം നടത്തണം. ആദ്യം ആരാണോ ദുസ്സംഗങ്ങളെ ഒഴിവാക്കുന്നത്, ദുസ്സംഗങ്ങളെ എന്താ ഈ ദുസ്സംഗം എന്ന് പറഞ്ഞാൽ? അതൊരു വലിയ പ്രശ്നമാണ്. ദുസ്സംഗം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ദുസ്സംഗം എന്ന് പറയുക? നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്ന സംഘം പറയാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ മാലിന്യയുക്തമാക്കുന്ന സംഘം, അതേ പറയാൻ പറ്റും. അല്ലാതെ ഇന്നതാണ് ദുസ്സംഗം നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. പലരും എളുപ്പം പറയും ദുർജന സംസർഗമാണ്. ഏതാ ഈ ദുർജനം, ഏതാ സജ്ജനം? അതൊക്കെ നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ചിലപ്പോൾ സജ്ജനം എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും വേറെ അപകടകാരികൾ. ചിലപ്പോൾ ദുർജനം എന്ന് നമ്മൾ മുദ്ര കുത്തിയവരായിരിക്കാം നന്മയുടെ മൂർത്തികളായിരിക്കുന്നത്. പുറമെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ കൂടുതൽ അജ്ഞാന ബന്ധനങ്ങളിലേക്ക് താഴ്ത്തുന്നത് ഏതോ എന്നേ പറയാൻ പറ്റൂ. നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ മാലിന്യയുക്തമാക്കുന്നത് ഏതോ അതെന്നേ പറയാൻ പറ്റൂ. അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം, ഇങ്ങനെയുള്ള ദുഷിച്ച ഭാവങ്ങളെ നമ്മളിൽ വളർത്തുന്ന സംഘങ്ങൾ പറയാം. രണ്ടാമതായിട്ട് അവിടെ സംഘം എന്നുള്ളതിന് ദുസ്സംഘം എന്ന് അർത്ഥം എടുക്കണ്ട, സംഘം തന്നെ പറഞ്ഞാൽ മതി. എന്തൊക്കെ സംഘങ്ങളാ? എൻ്റെ മമത്വ സംഘം, കർമ്മങ്ങളുമായും കർമ്മഫലങ്ങളുമായുള്ള സംഘം, വിഷയങ്ങളുമായുള്ള സംഘം, അനേകം പ്രകാരത്തിൽ പറയാം. നോക്കൂ, വിഷയങ്ങൾ ഇല്ലാത്തൊരു ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ജീവിക്കുന്നത് വിഷയങ്ങളുടെ മധ്യത്തിലാണ്. കാണണ്ട, കേൾക്കണ്ട, രുചിക്കണ്ട, മണക്കണ്ട, സ്പർശിക്കണ്ട എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമാണ്. വിഷയമല്ല പ്രശ്നം, മറിച്ച് അറിയാതെ വിഷയത്തോടുള്ള ഒട്ടിച്ചേരൽ വരുന്നതാണ് പ്രശ്നം. സംഘം എന്തെങ്കിലുമായി സംഘം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല. നമ്മൾ ബദ്ധരായി മാറുക. എപ്പോഴും സുഖം വിചാരിച്ചിട്ടായിരിക്കാം നമ്മൾ സംഘം തുടങ്ങുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ മനസ്സിലാവും അത് നമ്മളെ കെട്ടിയിട്ട് കഴിഞ്ഞു, അതിന്റെ പരിധിയിൽ ഒതുക്കി കഴിഞ്ഞു. ഇങ്ങനെ വിഷയങ്ങളുമായുള്ള സംഘം ഇവിടെ പറയപ്പെടാം. രണ്ട്, പൊതുവെ പറഞ്ഞാൽ കർമ്മസംഘം, കർമ്മഫല സംഘം. കർമ്മസംഘം എന്ന് പറയുമ്പോൾ കർമ്മങ്ങളോടുകൂടി നമുക്കുള്ള സംഘം. ഇത് ഞാൻ ചെയ്താലേ നേരെയാവൂ, ഇത് ഞാൻ തന്നെ, ഇതിന്റെ ഫലം എനിക്ക് തന്നെ, ഇങ്ങനെ കർമ്മഫലവുമായുള്ള സംഘം ഒട്ടിച്ചേരണം. അറിയാതെ സംഭവിക്കുക. എന്ന് മാത്രമല്ല, ലോകത്തിൽ പലപ്പോഴും നമ്മൾ സംഘത്തെ സ്നേഹമായി പോലും തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം.
സംഘവും സ്നേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ അറിയാതെ ലോകത്തിൽ സ്നേഹത്തെ സംഘമായി തെറ്റിദ്ധരിക്കും. സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും അത് സ്നേഹമല്ല, സംഘമായിരുന്നു. അപ്പൊ ആരാണോ സംഘത്തെ ത്യജിക്കുന്നത്, ഇപ്പൊ രണ്ടു തരം പറഞ്ഞു. ഒന്ന് വിഷയങ്ങളോടുള്ള സംഘം, എന്തെങ്കിലും വ്യക്തത ഇല്ലാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കണം. എത്ര വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം, എത്രായിരം പ്രാവശ്യവും പറയാം. പക്ഷെ മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പൊ വിഷയങ്ങളോടുള്ള സംഘം രണ്ട്: മമത്വ സംഘം, കർമ്മസംഘം, കർമ്മഫല സംഘം എന്നൊക്കെ വേർതിരിക്കാവുന്ന ഈ സംഘങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോദ്യം. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അതറിയാഞ്ഞിട്ടല്ല ചോദിച്ചേ. കാരണം സംഘത്തെ ഉപേക്ഷിക്കുക എന്ന് പറയാൻ എളുപ്പ. ഞാൻ എന്തെങ്കിലും ഉപേക്ഷിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതായിരിക്കും നമ്മുടെ കൂടെ അധികം ഉണ്ടാവുക, ഇല്ലേ? നമ്മൾ ശത്രുവിനെയാണോ മിത്രത്തെയാണോ ഉപേക്ഷിച്ചത്? എന്റെ അഭിപ്രായം, നമ്മുടെ പ്രിയപ്പെട്ട പത്നിയുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പതിയുണ്ട്, പ്രിയപ്പെട്ട കാമുകിയുണ്ട്, പ്രിയപ്പെട്ട കാമുകനുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചോളൂ. ആരോ ആട്ടെ, ഒരു പ്രിയപ്പെട്ട ആള്. നമുക്ക് വേറൊരു ശത്രു ഉണ്ട്. പുറത്തൊന്നും കാണിച്ചില്ലെങ്കിൽ ഉള്ളുകൊണ്ട് വലിയ ശത്രുത്വ. ഇതിൽ ആരെയാ നമ്മൾ ഉപേക്ഷിച്ചത്? മിത്രത്തെ ഉപേക്ഷിക്കുക. ശത്രു എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. പത്നീനെ മറന്നാലും പതീനെ മറന്നാലും സംശയമുള്ളവരൊരു കാര്യം ചെയ്യൂ, ഒരു നിമിഷം ആരെ ആലോചിക്കരുതെന്നും പറഞ്ഞിട്ട് കണ്ണുപൂട്ടു. ഒരു നിമിഷം ഞാൻ ആരെ ആലോചിക്കരുത്, ആരെ കുറിച്ചും ആലോചിക്കരുത് എന്ന് വിചാരിച്ചിട്ട് കണ്ണുപൂട്ടിയോ ആദ്യം ആരാ വരുന്നത് മനസ്സിൽ? ശത്രുവാ. എന്നാലും അവൾ എന്നോടത് പറഞ്ഞല്ലേ, ഇത്ര അധ്യാപ്രസംഗി, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ലേ? അത് ഇതെന്താ പറയാൻ കാരണം വെച്ചാ, ത്യജിക്കുക ഉപേക്ഷിക്കുക എന്നൊക്കെ പറയാൻ വളരെ എളുപ്പ. പലരും പലതിനെ ത്യജിച്ചു എന്ന് വിഡ്ഢിത്തം പറയാറുണ്ട്. പക്ഷെ ത്യജിക്കുക അസാധ്യമാണ്. ത്യജിച്ചു എന്ന് വിചാരിക്കുന്നതാ കൂടെ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ പിന്നെ ത്യജിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ത്യജിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അത് അപ്രസക്തമായി വിട്ടകലുന്നു എന്നാണ്. അത് അപ്രസക്തമായി കഴിഞ്ഞാൽ അത് പോയി, അതിനെ നമ്മൾ അതിക്രമിച്ചു. ഏതെങ്കിലും ഒന്നിനെ നമ്മൾ അതിക്രമിച്ചാൽ അത് ഉപേക്ഷിതമായി. അല്ലാതെ 1000 പ്രാവശ്യം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എല്ലാരും മനസ്സിലാക്കുക. നേരെ മറിച്ച് അത് അപ്രസക്തമായി തീർന്നാൽ, എങ്ങനെയാ അപ്രസക്തമായി തീരുന്നേ? ചോദ്യം. ഒന്നുകിൽ അത് മൂല്യരഹിതമാണെന്ന് ബോധിക്കുന്നു, അല്ലെങ്കിൽ എത്രയോ ഉത്കൃഷ്ടമായ മറ്റൊന്നിന്റെ ചേർച്ചയിൽ താനെ ഒഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മളൊരു ഒരു 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 ദീപം, ഒരു ചെറിയൊരു ദീപം ജ്വലിപ്പിച്ചു വെച്ചു. ഈ വിളക്ക് തന്നെ ആവട്ടെ, ഇതില് ഒരു തിരി നമ്മൾ ജ്വലിപ്പിച്ചു വെച്ചു. അതിന് പ്രസക്തിയുണ്ട്, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ട്യൂബുകള്, ഈ ബൾബെല്ലാം നമ്മൾ കെടുത്തി കഴിഞ്ഞാൽ ഇതിന് പ്രസക്തി ഏറും. ഇത് ചുറ്റുപാട് പ്രഭ പരത്തും എന്ന് മാത്രമല്ല, കൂടുതൽ അത് ദൃശ്യവുമാവും. എന്നാൽ നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന സൂര്യതാപത്തിന്റെ അടിയിൽ ഈ ദീപം കൊണ്ടുവച്ചാലോ തിരി കാണുന്നില്ല.
വിളക്ക് കാണും, പക്ഷെ തിരി കത്തുന്നത് കാണുന്നില്ല. അല്ലെങ്കിൽ വേണ്ടില്ല. ഒരു കുട്ടിക്ക് അമ്മ പല കളിപ്പാട്ടങ്ങൾ കൊടുത്തു കളിക്കാൻ. കുട്ടി കളിപ്പാട്ടങ്ങൾ കിട്ടി സന്തോഷത്തോടു കൂടി കളിക്കുക. കൊച്ചു കുട്ടിയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുട്ടിക്ക് അമ്മയെ കാണണം തോന്നി. അമ്മേന്ന് വിളിച്ചപ്പോ അമ്മ പുതിയ കുറച്ച് കളിപ്പാട്ടം ഇട്ടു കൊടുത്തു. കാരണം അമ്മയ്ക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പൊ കുട്ടിക്ക് സന്തോഷമായി. അമ്മ വേണ്ട, കളിപ്പാട്ടം മതി. ഈ കളിപ്പാട്ടമായിട്ട് കളിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുട്ടിക്ക് അമ്മേനെ കാണണം എന്ന് ആഗ്രഹമായി. അപ്പൊ വീണ്ടും അമ്മ പുതിയ കളിപ്പാട്ടം കൊടുത്തു. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ കുട്ടിക്ക് അമ്മയെ കിട്ടിയേ മതിയാവും, അമ്മിഞ്ഞ കുടിച്ചേ മതിയാവും എന്ന് വിചാരിക്കുക. ഇപ്പൊ അമ്മ പുതിയൊരു കളിപ്പാട്ടം കൊടുത്ത എന്താ ഉണ്ടാവുക? ആ കളിപ്പാട്ടം എടുത്ത് കുട്ടി അമ്മയ്ക്കിട്ട് കയറി കൊടുക്കും. താല്പര്യം അത് അപ്രസക്തമായപ്പോ അതിക്രമിക്കപ്പെട്ടു. ഇത് ലോക സ്വഭാവ. ലൗകികമായി തന്നെ പലരും പറയണത് കേൾക്കാറുണ്ട്. ഇപ്പൊ എന്നെ ഒന്നും വേണ്ട അല്ലേ പറയാറില്ല. എത്രയോ കുടുംബങ്ങളിൽ പറയണ വാക്കാത്. അപ്പൊ ചില പുതിയ ആൾക്കാരെയൊക്കെ കണ്ടപ്പോ ഇപ്പൊ ഞാനൊന്നും വേണ്ടാണ്ടായി ധാരാളം പേര് പറയാറുണ്ട്. എത്രയോ പേര്. ഈ ലഹള കൂടുമ്പോ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ്. ഭാഷ മാറുന്നേ ഉള്ളൂ, പല ഭാഷയിൽ വരും. ചിന്തിക്കുക. ഇങ്ങനെ അപ്രസക്തമാകുമ്പോ അതിക്രമിക്കപ്പെടുന്നത് മാത്രമാണ് ഉപേക്ഷിക്കൽ. അല്ലാതെ ഒന്നിനെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ സംഘങ്ങൾ ഒഴിയുക? ഒറ്റ മറുപടിയേ ഉള്ളൂ. ദുസ്സംഗങ്ങൾ ഒഴിയുക എന്നുള്ള ആദ്യ വ്യാഖ്യാനത്തിൽ സത്സംഗം ചെയ്യുക മാത്രമാണ് പരിപാടി, വേറൊരു വഴി. എത്ര നമ്മൾ സത്സംഗം ചെയ്യുന്നോ അത്ര മറ്റെല്ലാത്തിൽ നിന്നും അറിയാതെ ഒഴിയും. ഇനി സത്സംഗം ദുസ്സംഗം എന്ന് അർത്ഥം എടുക്കാതെ മമത്വസംഗം വിഷയസംഗം എന്നുള്ള അർത്ഥം എടുത്താൽ എത്ര നമ്മൾ നമ്മുടെ സ്വരൂപത്തോടടുക്കുന്നോ തന്നോടടുക്കുന്നോ അത്രയും നമ്മൾ മറ്റെല്ലാ സംഘത്തിൽ നിന്നും ആകും. നമ്മളിപ്പോ പലതിന്റെ കൂട്ടത്തിലാ, പലതിന്റെ പിന്നാലെയാ. അതുകൊണ്ട് നമ്മൾ വിട്ടുപോകുന്ന ഒന്നുണ്ട്. അതെന്താ? നമ്മൾ തീരെ സ്വാർത്ഥം ഇല്ലാത്തവരാ. ഇല്ല, ശരിയല്ലേ പറഞ്ഞ്? ഒട്ടും സ്വാർത്ഥം ഇല്ലെന്നേ. പതിക്ക് വേണ്ടി, പത്നിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അതിനു വേണ്ടി ഇതിനു വേണ്ടി ഒക്കെ ജീവിക്കുക. നമ്മളെ മറന്നുപോകും. ഞാൻ ആര്? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? തന്നെ മറക്കുന്നു. അപ്പൊ തന്റെ സ്വരൂപവുമായുള്ള ചർച്ചയാണ് മറ്റെല്ലാത്തിൽ നിന്നും അപ്രസക്തമായി ഉയരുന്നതിനുള്ള മാർഗം. അപ്പൊ ആര് സത്സംഗങ്ങളെ ചെയ്ത് ദുസ്സംഗം ഉപേക്ഷിക്കുന്നുവോ, ആര് ആത്മവിചാരത്തിൽ ആത്മാന്വേഷണത്തിൽ മറ്റെല്ലാത്തിൽ നിന്നും സ്വാഭാവികമായി വിടുന്നു, അയാൾ അവിദ്യയെ തരണം ചെയ്യുന്നു. അതാണ് ആദ്യം പറയുന്നത്. യഹ സംഘാൻ ത്യജതി, ആര് സംഘങ്ങളെ ഉപേക്ഷിക്കുന്നുവോ. വ്യക്താണല്ലോ. രണ്ടാമത് പറയാണ് മഹാനുഭാവം സേവതേ. ഇതെല്ലാം വ്യത്യസ്ത മറുപടികളാ, ഒന്നിന്റെ തുടർച്ചയല്ല ഒന്ന്. യാതൊരാൾ മഹാനുഭാവം സേവതേ, മഹാനുഭാവനെ സേവിക്കുന്നുവോ, മഹത്തായി
അനുഭാവം ചെയ്യപ്പെടേണ്ടവനാരോ അവനാണ് മഹാനുഭാവൻ. അഥവാ മഹത്തായ അനുഭവ സമ്പത്തോടു കൂടിയവനാരോ അവനാണ് മഹാനുഭാവൻ. മഹത്തായി അനുഭാവന ചെയ്യപ്പെടേണ്ടവെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആദരിക്കപ്പെടേണ്ടവൻ, അങ്ങേയറ്റം പൂജിക്കപ്പെടേണ്ട ആള്. മഹാത്മാക്കള്, വൃദ്ധന്മാര്, വൃദ്ധൻ എന്ന് പറയുമ്പോ അത് വയോവൃദ്ധനുണ്ട്, ജ്ഞാനവൃദ്ധനുണ്ട്, തപോവൃദ്ധനുണ്ട്, ശീലവൃദ്ധനുണ്ട്. 4 തരം വൃദ്ധന്മാരെയാണ് ശാസ്ത്രം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. വയോവൃദ്ധൻ പ്രായം കൊണ്ട് മുതിർന്ന ആളാണ്. അയാൾക്ക് വലിയ അനുഭവ സമ്പത്തുണ്ട്. ഈ ജീവിത അനുഭവ സമ്പത്ത് ശരിക്ക് അപഗ്രഥിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ഗുരു ആരാണ്? ജീവിത അനുഭവങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ ഗുരു യാതൊരു സംശയമില്ലാതെ പറയാം ജീവിത അനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ്. അനുഭവം ഉണ്ടായോണ്ട് കാര്യമില്ല. ഒരുപാട് അനുഭവം എനിക്കുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് നമ്മൾ. അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളുടെ നശ്വരതയും ആത്യന്തികമായ സത്യത്തെക്കുറിച്ചുള്ള ചിന്തനവും ഒക്കെ തന്നോട് ബന്ധപ്പെടുന്നവർക്ക് പകർന്നു നൽകാൻ സാധിക്കും. രണ്ടാമത്തത് ജ്ഞാനവൃദ്ധനാണ്. വർദ്ധിച്ച അറിവോടൊത്ത ആൾ. അവിടെ ദേഹത്തിന്റെ പ്രായം നോട്ടമില്ല. കൊച്ചു കുഞ്ഞായിരിക്കാം ചിലപ്പോ ജ്ഞാനവൃദ്ധൻ. അപ്പോ അങ്ങനെയുള്ള ജ്ഞാനവൃദ്ധന്മാരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോ, അവരുടെ കൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ തത്വജ്ഞാനോപദേശങ്ങൾ നമുക്കും പകർന്ന് ലഭിക്കും. അങ്ങനെ മഹാനുഭാവന്മാരെ സേവിക്കുന്നതാരാണോ അവര് അവിദ്യയെ തരണം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ തത്വവിജ്ഞാന മാർഗമാകട്ടെ, ശുദ്ധഭക്തി അങ്കുരിക്കുന്നതിനാവട്ടെ, ഇനി അത്രയ്ക്കൊന്നും എടുത്തില്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ വഴി തെറ്റാതെ ശരിയായി മുന്നോട്ട് പോകുന്നതിനാവട്ടെ, ഏറ്റവും അത്യാവശ്യം വേണ്ടത് സജ്ജനങ്ങളുമായി, മഹാത്മാക്കളുമായിട്ടുള്ള സംഘമാണ്. അതുകൊണ്ടാണ് നേരത്തെ മഹത് സംഘസ്തു ദുർലഭോ അഗമ്യോ അമോഘശ്ച എന്നൊക്കെ പറഞ്ഞത്. തദേവ സാധ്യത എന്ന് നേരത്തെ പറഞ്ഞു. മഹാസംഘം തന്നെ നേടണം എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മഹജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണ് ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ കണ്ട ലോകം ഇന്ന് മാറുകയായി. ലോകമല്ല മാറുന്നത്, ലോകത്തെ സംബന്ധിച്ച നമ്മുടെ വീക്ഷണമാണ് മാറുന്നത്. നമ്മളിൽ നന്മയുടെ ഭാവങ്ങൾ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, ജ്ഞാനസാധനയിലേക്കുള്ള പ്രേരണകൾ ഒന്നൊന്നായി ലഭിക്കുകയായി. ഏതൊരു മഹാത്മാവിന്റെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും, അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പരിവർത്തന ഘട്ടം എന്നുള്ളത് ഏതെങ്കിലും ഒരു മഹാത്മാവുമായുള്ള ബന്ധമായിരിക്കാം. അത് ഒന്നുകിൽ നേരിട്ട് കാണുകയോ നേരിട്ട് കേൾക്കുകയോ, ഇല്ലെങ്കിൽ അവരുടെ സദ്ഗ്രന്ഥങ്ങൾ വായിക്കുകയോ, ഇല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഉപദേശങ്ങൾ കേൾക്കുകയോ എന്തുവാകാം. അത് നമ്മുടെ ഇരുളടഞ്ഞ ഒരു തരം പരിമിതമായ അടച്ചുപൂട്ടിയ മുറി പോലെയുള്ള മനസ്സിനെ തുറക്കുകയാണ്.
അത് നമുക്ക് പ്രസംഗത്തിലൂടെ വ്യക്തമാക്കാൻ കഴിയില്ല. ചിന്തിക്കുക. അപ്പൊ ആദ്യത്തെ മറുപടി സംഘങ്ങളെ ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തെ മറുപടി മഹാത്മാവിനെ സേവിക്കുന്നു. യഹ മഹാനുഭാവം സേവത്തെ. ഈ മഹാത്മാവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പിന്നാലെ നടന്ന് ചായ വേണോ കാപ്പി വേണോ ചോറ് വേണോ എന്ന് ചോദിച്ചിട്ട് ഉപദ്രവിക്കുകയല്ല. അത് സേവയല്ലാതെ അയാൾ ഉപദ്രവിക്കലാണ്. മറിച്ച് എന്താണ് അദ്ദേഹം ഉപദേശിക്കുന്നത്, എന്താണ് അദ്ദേഹം ജീവിച്ച് കാണിക്കുന്നത്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ മഹാത്മാക്കളെ സേവിക്കുന്നത്. ഒരു അധ്യാപകനെ ശിഷ്യൻ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പഠിപ്പിക്കുന്നത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോ അതാണ് സേവ. അത് മനസ്സിലാക്കുക. യഹ മഹാനുഭാവം സേവത്തെ. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് തരുന്നത്. നിർമ്മമോ ഭവതി. അങ്ങനെ നിർമ്മമനായി തീരുന്നു. ആര് നിർമ്മമനായി തീരുന്നുവോ? നിർമ്മമൻ. എന്താ നിർമ്മമൻ? മമത്വമൊഴിഞ്ഞവൻ. എന്റെ 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 എന്നുള്ള പരിമിതിയെ അതിക്രമിച്ചവൻ. ചിലപ്പോ നമ്മൾ പല മഹാത്മാക്കളെ സേവിച്ചിരിക്കുന്നത് മമത്വം കൂടാൻ കാരണമായി എന്ന് വരും. വേണ്ടതുപോലെ അല്ല ഉൾക്കൊള്ളുന്നതെങ്കിൽ. ഇല്ലേ? ഞാൻ ഇന്നവളുടെ ശിഷ്യനാ. ഇല്ലേ? ആദ്യം കുറച്ച് വേറെ ബന്ധനങ്ങളായിരുന്നു, ഇപ്പൊ കൂടുതൽ ബന്ധനായി. അങ്ങനെയൊക്കെ നമ്മൾ പറയും. കെയർ ഓഫുകൾ കൂടുതലായി. ആദ്യം ഇന്നാളുടെ മകനാ ഇന്നാളുടെ മകളാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതും കൂടി കൂടാതെ എന്തായി? ഞാൻ ഇന്നാളുടെ ശിഷ്യനാന്നായി. കുറെ കെയർ ഓഫ് കൂടിയാല് അത്രയും ബന്ധനം കൂടുതലാണ്ട് എന്താ ഉണ്ടാവണം? അതുകൊണ്ട് മഹാത്മാവിനെ സേവിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. പിന്നെ മമത്വം ഒഴിയണം. എന്റെ എന്നുള്ള പരിമിതമായ എന്റെകളാൽ കുടുങ്ങിക്കിടക്കുക നമ്മൾ. എന്റെകളാൽ കുടുങ്ങിക്കിടക്കുക. എന്തൊക്കെ എന്റെകളാണ്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കും. നമുക്ക് എന്തിലാ എന്റെ എന്ന് പറയാൻ അർഹത ഉള്ള? എന്തിലെങ്കിലും എന്റെ എന്ന് പറയാൻ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. രൂപം എന്റെ പറയാൻ പറ്റുമോ? ഞാൻ ലോകസുന്ദരി പട്ടത്തിന് പോവുക, മത്സരിക്കാൻ പോവുക. ഞാൻ വലിയ സുന്ദരിയാ, അല്ലെങ്കിൽ ഞാൻ വലിയ സുന്ദരനാ, മിസ്റ്റർ ഇന്ത്യ മത്സരത്തിന് പോവുക. ഒന്ന് കാല് കടഞ്ഞു വീണു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തലയടിച്ചു വീണു. നീ ആരാ? ഒന്നും അറിയില്ല. ഒരക്ഷരം പറയാൻ പോലും പറ്റില്ല, പിന്നെയല്ലേ. അല്ലെങ്കിൽ വേണ്ട ലോകസുന്ദരി പട്ടത്തിന് പോകുമ്പോഴാണ് വാഹനം അപകടമായത്, അങ്ങ് ചെത്തിപ്പോയി. ഒരു സെക്കൻഡ് വേണോ? എന്തിലാ നമുക്ക് എന്റെ പറയാൻ അർഹത ഉള്ളോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ വലിയ പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാമോ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി? ഇവിടുന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഒന്ന് വീണാ മതി, പണ്ഡിതനും പോയി, എല്ലാം പോയി. ഇല്ലേ? ഇല്ല? ചിന്തിച്ചു നോക്കൂ. സ്വന്തം പേര് പോലും ഓർമ്മ ഉണ്ടാവില്ല, എവിടെയാൻ ധാരണ ഉണ്ടാവില്ല. ഏറ്റവും അടുത്ത തന്റെ മകനെ കണ്ടറിയില്ല, തന്റെ മകളെ കണ്ടറിയില്ല, തന്റെ പത്നിയെ കണ്ടറിയില്ല, പതിയെ കണ്ടറിയില്ല. അപ്പൊ എന്തിന്റെയെങ്കിലും പേരില് നമുക്ക് എന്റേന്ന് അഭിമാനിക്കാൻ അർഹത ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഇപ്പൊ ഇങ്ങനെ ഉണ്ടെന്നേ പറയാൻ പറ്റൂ. ഞാൻ വലിയ ഗായകനാ,
നാളെ വലിയ കച്ചേരിയാ, ഇന്ന് നോക്കുമ്പോൾ ശബ്ദം അങ്ങ് പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എഴുത്തുകാരനാ, ഇന്ന് നോക്കുമ്പോൾ വിരല് ചലിക്കുന്നില്ല. ചിത്രം വരയ്ക്കാൻ പറ്റുമോ? കഴിഞ്ഞു. ഇതെല്ലാരും ഓർമ്മിച്ചാൽ നല്ലതാ. പലപ്പോഴും ദുരഹങ്കാരത്തിൽ നമുക്കിതൊന്നും ഓർമ്മയിൽ വരാറില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരാം. എടാ, നിന്നെ ശരിയാക്കല്ല വേണ്ടത്, നീ സ്വയം ശരിയാവും. ഇതാ വേണ്ടത്. അപ്പൊ ഇത്തരം ഒരല്പം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഈ മമത്വത്തിന് ഒരർത്ഥവും ഇല്ല എന്നുള്ളത്. ഒരർത്ഥവും ഇല്ല. ഇങ്ങനെ ആര് നിർമ്മമനായി തീരുന്നുവോ അവൻ മായയെ, അവിദ്യയെ തരണം ചെയ്യുന്നു. വേറൊരു ഉപദേശം പറയുകയാണ്, യോ വിവിക്തസ്ഥാനം സേവതേ, ആര് ഏകാന്ത സ്ഥാനത്തെ സേവിക്കുന്നുവോ, ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഏകാന്തമായ സ്ഥാനത്ത്, ഇപ്പൊ പൂർണ്ണമായി ഏകാന്തതാ സേവനം ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ ഗൃഹസ്ഥന്മാരും ചുരുങ്ങിയത് കുറച്ചു നേരമെങ്കിലും ഒന്ന് വീടിന്റെ എല്ലാ ഈ മസാലയിൽ നിന്ന് ഒന്ന് മാറിയിരിക്കണം. കുറച്ചു നേരം തനിക്ക് വേണ്ടി കുറച്ച് സമയം വയ്ക്കണം. അതിന് വല്ല പൂജാമുറി ഉണ്ടാവുക, ഇനി അതില്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം മാറ്റി വെക്കുകയെ, ഇനി അതിന് സൗകര്യം ഇല്ല വെച്ചാൽ ഒരു ഇരിക്കാനൊരു ഇടമെങ്കിലും മാറി വെക്കുക, തനിക്കായിട്ടൊരിടം കുറച്ചു നേരത്തേക്ക്. ഈ മസാലേന്റെ ഉള്ളിൽ കെട്ടുപെട്ട് കഴിയുന്നത് മാത്രമല്ല ജീവിതം, അതിനപ്പുറത്ത് വലിയ സാധ്യതകൾ നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുറച്ചു നേരമെങ്കിലും തനിക്ക് വേണ്ടി തന്നിലേക്കൊന്ന് ഒതുങ്ങാൻ ശ്രമിക്കണം, തൻ്റെ സ്വരൂപത്തിലേക്ക്. അതിന് ഈ അലകളെയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് അടക്കാൻ ശ്രമിക്കണം. കുറച്ചു നേരമെങ്കിലും ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. സാധിക്കോ സാധിക്കില്ലയോ എന്നുള്ളതല്ല. കാരണം കുറച്ചു നേരമെങ്കിലും നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? എന്താ അതുപോലെ ജീവിതത്തില് തീർത്ഥങ്ങള്, ഏകാന്തദേശ സേവനങ്ങൾ, ഇതൊക്കെ പുതിയൊരു ഉൾവെളിച്ചം നമുക്ക് തരുന്നതാണ്. ഏകാന്തദേശം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഏകാന്തത മാത്രം അർത്ഥമാക്കിയാൽ പോരാ. ഇപ്പൊ ബാഹ്യമായ ഏകാന്തത്തിൽ പോയി നമ്മളെല്ലാ ചുമടും കൊണ്ടാ പോണെച്ചാലോ, നമ്മളെല്ലാവരും ദേവി മഹാത്മ്യം വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദുർഗാ സപ്തശതി ചിലരൊക്കെ വായിക്കാത്തവരും ഉണ്ടാവും. മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് കാണാം സുരഥൻ എന്നൊരു രാജാവ്, നല്ല രാജാവൊക്കെയാ. അപ്രതീക്ഷിതമായിട്ട് ശത്രു രാജാവ് ആക്രമിച്ചപ്പോ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. സാധാരണഗതിയിൽ ശത്രു രാജാവ് ആക്രമിച്ച ഇയാളെ കൊല്ലുക പതിവ്. പക്ഷെ എന്തോ ഔദാര്യം തോന്നി അദ്ദേഹത്തിന്, അദ്ദേഹം കൊന്നില്ല. പകരം നീ ഒരു കാര്യം ചെയ്തോളൂ, നാട്ടിലൊരു അധികാരിയായിട്ട് ഇരുന്നോളൂ, ഒരു ഗ്രാമാധികാരി. എന്ന് ആലോചിച്ച് നോക്കോ, ഒരു രാജാവായിരുന്ന ആള് ഒരു ഗ്രാമാധികാരിയായിരിക്കുക പറഞ്ഞ എന്തൊരു സങ്കട. എന്നാലും സാരല്ല, ജീവൻ കിട്ടിയില്ലേ, സമാധാനായി, സന്തോഷായി. പക്ഷെ അപ്പോഴാ പ്രശ്നം. അപ്പോ തൻ്റെ മക്കളൊന്നും പണ്ടത്തെ പോലെ ബഹുമാനിക്കണില്ല, സ്നേഹിക്കണില്ല. പത്നി നേരത്തെ പോലെ സ്നേഹിക്കണില്ല, ആദരിക്കണില്ല. ഭൃത്യന്മാർ കുറച്ചു പേരുണ്ട്, അവരാരും രാജാവായിരുന്നുള്ളപ്പോ ഉള്ള പോലെ ഉണ്ടാവുമപ്പോ. എല്ലാവർക്കും മാറ്റം വന്നു. ഇയാൾക്ക് ജീവിതത്തിൽ മടുപ്പ്. പണ്ട് സമയാസമയങ്ങളിലൊക്കെ ചായ വേണ്ടേ, കാപ്പി വേണ്ടേ എന്നൊക്കെ ചോദിച്ചു വന്നവരൊന്നും ഇപ്പൊ ഇല്ല. സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു ആരും ഒന്നും ചോദിക്കാനില്ല. ചില കുത്തുവാക്കുകൾ, ചില മുൾനോട്ടങ്ങൾ ഒക്കെയാണ്. പോവാനായില്ലേ എന്നുള്ള മട്ടിലാണ് ഓരോരുത്തർ നോക്കുന്നത്. അപ്പൊ ഇയാൾക്ക് മടുത്തിട്ട് ഇയാൾ തീരുമാനിച്ചത് നാട് വിട്ടു പോയി കളയാം. അങ്ങനെ നാട് വിട്ടുപോയി.
ആരോടും പറയാതെ ആരെ അറിയിക്കാതെ കാട് കയറി. അങ്ങനെ പ്രശാന്ത സുന്ദരമായ കാട്ടിൽ ഒറ്റയ്ക്ക് എത്തിയിട്ടുവോ? അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ എത്തിയപ്പോഴാ ഇയാൾക്ക് ചിന്ത, പാവം പത്നി ചായ കുടിച്ചിട്ടുണ്ടാവുമോ, കാപ്പി കുടിച്ചിട്ടുണ്ടാവുമോ, എന്താണ് സ്ഥിതി? മക്കളെ പറ്റി ആലോചനയായി. മക്കളിപ്പോ എന്താ, ഒന്നുണ്ടാവുമോ, സ്കൂളിൽ പോയിട്ടുണ്ടാവുമോ, സ്കൂൾ ബസ് വന്നിട്ടുണ്ടാവുമോ, എന്താണ്? ആനയുടെ സ്ഥിതി എന്താ, അതിനെ കുളിപ്പിച്ചിട്ടുണ്ടാവുമോ, എന്താ? നമ്മളെ ഭണ്ഡാരമൊക്കെ മറ്റൊരു കൊണ്ടുപോയോ, എന്താണ്? ഇയാൾ എന്തിനാ കാട്ടുപോയത്? ഇതൊക്കെ ആലോചിക്കാനാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ മടുത്ത് ഇതിലൊന്നും അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി പോയ ആളാ ചെന്ന് കാട്ടിലെത്തിയപ്പോ ഇതൊക്കെയാ ചിന്തിക്കണത്. അങ്ങനെ ചിന്തിച്ചിങ്ങനെ നടക്കുമ്പോ കാടില് നടപ്പാതയുടെ ഓരത്തൊരാൾ ഇരിക്കുന്നുണ്ട്, താടിക്ക് കൈ കൊടുത്തിട്ട്. നീ ആരാ? ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു, ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്താ പേര്? എൻ്റെ പേര് സമാധി എന്നാണ്. ബിസിനസ് കാട്ടില്ല? അല്ല, ബിസിനസ് ഒക്കെ പൊളിഞ്ഞു. അപ്പൊ നല്ലോണം ബിസിനസ് നടത്തിയപ്പോ നല്ല വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഒക്കെ വലിയ പ്രേമായിരുന്നു. വീട്ടില് അതിഥികൾ ഒഴിഞ്ഞ നേരമില്ല. എന്നിട്ടോ പണമൊക്കെ പോയപ്പോ, കച്ചവടത്തിൽ താഴെ പോയപ്പോ ആർക്കും വേണ്ടാണ്ടായി. എന്ന് മാത്രമല്ല, പിന്നെന്തുണ്ടായി? വീട്ടുകാരി എന്നെ ചവിട്ടി പുറത്താക്കി. അപ്പൊ ഒരാള് വീട് വിട്ടുപോകണ്ട, രണ്ടാമത്തെ ആൾക്ക് ആ വിഷമം പോലും ഉണ്ടായില്ല. എന്ത്? ചവിട്ടി പുറത്താക്കപ്പെട്ടതാ. അപ്പൊ രണ്ടാമത്തെ ആളാ ഭാഗ്യവാൻ ഇല്ലേ? അയാൾക്ക് വീട് വിടേണ്ട ആവശ്യം പോലും വന്നില്ലല്ലോ, ചവിട്ടി പുറത്താക്കിയില്ലേ, നന്നായില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണത്? അതല്ലേ പ്രശ്നം, എന്റെ മനസ്സിൽ മുഴുവൻ അവരാ. പാവം ഭാര്യയുടെ കാലിന് വേദനയായിട്ടുണ്ടാവുമോ എന്നെ ചവിട്ടിയപ്പോ? കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമോ? എടാ, നീ ഇതൊക്കെ വിട്ടു വന്നതല്ലേ? ശരിയാണ്, മനസ്സ് പോണ്ടേ. ഞാനും അങ്ങനെ തന്നെയാ. ഇനിയിപ്പോ എന്താ ഒരു പരിഹാരം? നമുക്കൊരു കാര്യം ചെയ്യാം, വല്ല മഹാത്മാക്കളോടും സംശയം ചോദിക്കാം. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോ അവിടെ അടുത്തൊരു വലിയ മഹർഷി ഉണ്ട്. ആ മഹർഷിയുടെ പേരാണ് സുമേധാ മഹർഷി. അങ്ങനെ സുമേധാ മഹർഷിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അദ്ദേഹം പറയും, സാരല്ലടോ, നിങ്ങളെയൊക്കെ വട്ടം കറക്കണ ഒരുത്തിയുണ്ട്, അതൊക്കെ വല്യമ്മേന്റെ പണിയാണ്. ആ വല്യമ്മയുടെ പണിയാണ് നിങ്ങളെ മുഴുവൻ വട്ടം കറക്കണത്. വല്യമ്മ മനസ്സിലായല്ലോ ആരാന്ന് ഇല്ലേ? മനസ്സിലായിട്ടില്ല ചിലർക്കൊന്നും. എന്താ ചെയ്യുക? ആ വല്യമ്മേന്റെ പണിയാണത്, മായയുടെ പണിയാണ്. ഇതാണ് മായ പറഞ്ഞാൽ. ഞാൻ നിനക്ക് മായയുടെ മഹിമ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ദേവി മഹാത്മ്യം ഉപദേശിക്കുന്നത്. പറഞ്ഞത് എന്താന്ന് ചോദിച്ചാ, രണ്ടുപേരും എല്ലാം എടുത്ത് കാട്ടുപോയതാ. പക്ഷെ കാട്ടുപോയിട്ട് ഒറ്റയ്ക്കായോ? ഇല്ല. നമ്മളിപ്പോ ഒറ്റയ്ക്ക് എന്ന് വിചാരിക്കുമ്പോ ഒറ്റയ്ക്കാണോ? ഇപ്പൊ ഞാൻ വിചാരിക്കുക ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് രണ്ടാമത് ചോദിച്ചാലോ, അയ്യോ എന്തൊക്കെ ചിന്തകൾ, ആരൊക്കെയാ ഇപ്പൊ എന്റെ കൂടെ ഉള്ളതെന്ന് അറിയോ? അതുകൊണ്ട് വിവിക്തസ്ഥാനം എന്നുള്ളതിന് ഏകാന്തദേശം എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. നമ്മളും ഏകാന്തമാകണം, നമ്മളും ഏകാന്തത്തിലാകണം. ആ ഏകാന്തത്തിലിരിക്കാനുള്ള കഴിവ് വേണം, ഒറ്റയ്ക്കിരിക്കാനുള്ള കഴിവ് വേണം. അടിവരട്ട് പറയട്ടെ, ഏതാൾക്കൂട്ടത്തിലും, ഒന്നുകൂടി പറയാം, ഏതാൾക്കൂട്ടത്തിലും ഒറ്റയ്ക്കിരിക്കാൻ കഴിയണം. അതാ വിവിക്ത സ്ഥാനം സേവത്തെ. നമുക്കൊക്കെ സാധിക്കും, എല്ലാവർക്കും സാധിക്കും. ചെറിയൊരു പരിശീലനം ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം, ഒന്ന് പഠിപ്പിക്കണം. നമ്മൾ ചപ്പല്ലനായ കുരങ്ങനെ പരിശീലിപ്പിക്കുന്നില്ലേ? പ്രബലനായ ആനയെ പരിശീലിപ്പിക്കുന്നില്ലേ? ഇല്ല. ഉണ്ട്. ഇതൊക്കെ സാധിക്കണം നമുക്ക്. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചൂടെ? നമ്മൾ അതിൽ താല്പര്യം എടുക്കണില്ല, അതാണ്. അത്രയ്ക്കൊക്കെ നമ്മളതിൽ താല്പര്യം എടുക്കണുള്ളൂ, അതാണ് സത്യം.
അത് വേണം വെച്ചാൽ നമുക്കൊക്കെ സാധിക്കും, എല്ലാവർക്കും സാധിക്കും. ഏത് ബഹളത്തിന് നടുക്കാവുമ്പോഴും ഒന്ന് താനെയാവാൻ പഠിക്കുക. വിവിക്ത സ്ഥാനം സേവത്തെ യോ ലോകബന്ധമുന്മൂലയതി. അപ്പൊ വിവിക്ത സ്ഥാനത്ത് എത്തി എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ലോകബന്ധമുന്മൂലയതി, ലോകബന്ധത്തെ വേരോടുകൂടെ പിഴുതെടുക്കുന്നു. ലോകവുമായിട്ടുള്ള കെട്ടുപാടുകൾ, അതാണ് ബന്ധം. ബന്ധം ഉന്മൂലനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇവിടെ പലർക്കും ഇഷ്ടാവില്ല. ഇപ്പൊ ഞങ്ങളെയൊക്കെ സന്യസിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചിലർ ചിന്തിച്ചു എന്ന് തന്നെ വരും. പക്ഷെ ഇവിടെ സൂത്രകാരൻ പറയുകയാണ്, ആരാണോ ലോകബന്ധത്തെ വേരോടുകൂടെ അറുത്ത് കളിയുന്നത് അവനെ മായയെ തരണം ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു വാക്കാ ബന്ധുക്കളെന്ന്, ഇല്ലേ? ഇവരൊക്കെ എന്റെ ബന്ധുക്കളാ പറയും. എന്താ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അർത്ഥം? ബദ്ധനാദീതി ബന്ധു, കേട്ടണോര്, കുടുക്കിയിടണോര്, കെട്ടണവരെന്ന് അർത്ഥം. ഓരോരുത്തരും കെട്ടിയിട്ടിരിക്കുക. ഈ പരിധിന്റെ അപ്പുറത്തേക്ക് പോരുത്, ആ പരിധിന്റെ ഇപ്പുറത്തേക്ക് പോരുത് എന്ന് നമ്മൾ കെട്ടപ്പെട്ടവരാ. ചിന്തിച്ചു നോക്കൂ. ചിദാനന്ദ സ്വാമി പറയണ സ്നേഹം വേണ്ടെന്നാണോ? സ്നേഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്നേഹമാണ് വേണ്ടത്, സ്നേഹമേ പാടുള്ളൂ. പക്ഷെ സ്നേഹവും ഈ കെട്ടുപാടും കണ്ടിട്ടുണ്ട. കെട്ടുപാടായി കഴിഞ്ഞാല് ഒരു പരിധിയിൽ നമ്മൾ ബന്ധിച്ചു. ഞാൻ നിന്നെ കെട്ടിയിട്ടുണ്ട്, എന്താണ്? നീ എന്റെ ഇച്ഛയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ വിചാരിക്കുന്ന എന്റെ ഉള്ളിൽ നീ ഒതുങ്ങി നിന്നോളണം. എന്നാ നീ ഞാനുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. ഇല്ലെങ്കിലോ കോൺട്രാക്ട് കഴിയും. നീ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. നീ എന്താ എന്നെ അല്ലാണ്ട് അവനെ നോക്കണത്, നീ എന്താ എന്നെ അല്ലാണ്ട് അവളെ നോക്കണത്, ഒക്കെ വരും. വലിയ പ്രശ്നമാണ്. ബന്ധം, ലോകവുമായുള്ള ബന്ധം. ലോകം എന്ന് പറഞ്ഞ അർത്ഥം ലോകം, ലോക്യത്തെ ഇതി ലോകം. ലുക്ക്, കാണുക എന്നാണ്. അപ്പൊ കാണപ്പെടുന്നതുമായിട്ടുള്ള, ഈ കാണപ്പെടുന്നതുമായിട്ടാണ് നമ്മൾ കെട്ടപ്പെടുന്നത്. കണ്ടത് കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇല്ലേ? കണ്ടത് കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ എവിടെയാ കുഴപ്പം? കാണുന്നതുമായിട്ട് പിടിച്ചാണ് കിട്ടും. പിന്നെ അതിലായി. ഇപ്പൊ തന്നെ ഒന്ന് നോക്കൂ നമ്മളെ ചുറ്റുപാട്. ഏതോ ഒരു ചങ്ങാതി, എന്തോ ഒരു മാങ്കൂട്ടത്തിലോ അയാള് സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. സത്യം നമുക്കറിയില്ല. അയാള് സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നോ ഉപദ്രവിച്ചില്ല എന്നോ പറയാൻ എനിക്ക് അധികാരം ഇല്ലണ്ടോ? കാരണം എനിക്കറിയില്ല. മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് അയാൾ തെറ്റുകാരനാണെന്ന് അർത്ഥമില്ല, തെറ്റുകാരനല്ലെന്നും അർത്ഥമില്ല. നമുക്കറിയില്ല, അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ചങ്ങാതി കയറി പിടിച്ചു. ഏത്? രാഹുൽ ഈശ്വർ. ആരകത്തായി? ഒപ്പരകത്തായി. നല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഇത് പലയിടത്തുണ്ടാവും. രണ്ടുപേരും തമ്മിൽ വലിയ അടികളെടുത്ത് പോയി വെറുതെ നോക്കി കണ്ട് ആസ്വദിക്കാൻ നിന്നതാ, തല്ല് വരുമുണ്ട്. മറ്റൊരു രണ്ടാൾക്ക് ചെറിയ പരുക്കുള്ളൂ, ഇവര് വലിയ പരുക്കായി. നമ്മൾ ലോകത്തിൽ കാണുന്നതാണ്. നേരെ മറിച്ച് അത് കണ്ടങ്ങ് ആസ്വദിച്ച് പോയിച്ചാ വിരോധമില്ല. ആര് പറഞ്ഞതിനോട് അവിടെ ഇറങ്ങി നിൽക്കുക, അതുമായിട്ട് ചേരാൻ. നിനക്കറിയോ എന്തെങ്കിലും വസ്തുത? നമുക്കറിയില്ല ഭഗവാന്. നമ്മുടെ തന്നെ മനസ്സിനെ പറ്റി അറിയില്ല, പിന്നെയല്ലേ വേറൊരുത്തന്റെ മനസ്സിനെ പറ്റി അറിയാം. ഇതാണ് സ്ഥിതി. ഇയാൾക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചു നോക്ക. എന്നിട്ട് എന്താണ്, ഉപവാസ സമരം പ്രഖ്യാപിച്ചു. കോടതി പറഞ്ഞു ഉപവസിക്കാൻ ഉപവസിച്ചോളൂ, നല്ലതാണെന്ന്. അപ്പൊ പിന്നെ പിൻവലിക്കുകയും ചെയ്തു. ഇത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനാണ് ഈ ലോകം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് കയറി കൊടുക്കുന്നവരാ. അതാണ് ഈ ലോകബന്ധം. കാണുന്നത് അനുഭവീയ മണ്ഡലമായി നമ്മൾ അങ്ങോട്ട് താതാത്മ്യപ്പെട്ട് ചേരുകയായി. ചേർന്ന് കഴിയാൻ എളുപ്പാ, പിന്നെ വിടാൻ എളുപ്പമല്ല. വിടുമ്പോഴും അതിന്റെ പാടുണ്ടാവും, ഇല്ലേ? അതെ, ഓരോന്നായിട്ട് ചേരാൻ വളരെ എളുപ്പാ, ഒരു സെക്കൻഡ് മതി.
പക്ഷേ അതിൽ നിന്ന് മോചനം പലപ്പോഴും എളുപ്പാവില്ല. ഇങ്ങനെ ലോകബന്ധം ആരാണോ ഉന്മൂലനം ചെയ്യുന്നത്, ഉന്മൂലനം ചെയ്യാന്ന് വെച്ചാൽ വേരോടുകൂടെ പിഴുതെടുക്കുന്നത്, അവൻ മായയെ, അവിദ്യയെ തരണം ചെയ്യുന്നു. നിസ്ത്രൈഗുണ്യോ ഭവതി യോഗക്ഷേമം ത്യജതി. അങ്ങനെ 2 ഭാഗം കൂടി ഉണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.